നല്ലൊരു നാക്ക് വായിലുള്ളതുകൊണ്ട് ട്രംപിന് പലതും പറഞ്ഞു നിൽക്കാം. മൂഢന്മാരുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ഇറാൻ. അമേരിക്കൻ പ്രസിഡന്റ് വരച്ചിട്ട വരയിലൂടെ അല്ല യുദ്ധം പോയത്. ലഡു പൊട്ടിയത് ഓരോന്നോരോന്നായി അസ്ഥാനത്തായില്ലേ. അവസാനം മൂഷിക സ്ത്രീയായി എന്ന കഥയിൽ പറയുന്നത് പോലെ വീണ്ടും താഴെ ഇറങ്ങി വരേണ്ടി വന്നില്ലേ. നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് അമേരിക്കയ്ക്ക് വരേണ്ടി വന്നു എന്നാണ്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ അമേരിക്ക ചർച്ചകൾ, രണ്ടാം ഘട്ട ചർച്ചകൾ ഉടൻ നടക്കും. അതൊരുപക്ഷെ സമാധാനത്തിലേക്ക് നീങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സമാധാനം കൈവരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ക്രെഡിറ്റും തൻ്റെ പേരിലാക്കാൻ ട്രംപ് ഇപ്പോൾ തന്നെ ശ്രമം നടത്തുന്നുണ്ടോ? കാരണം ഇവിടെ ലെബനന്റെ കാര്യം പറയുകയാണെങ്കിൽ, ലെബനിൽ വെടിനിർത്തൽ വന്നതോടുകൂടി ഞാൻ നിർത്തുന്ന 10ാമത്തെ യുദ്ധം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ വെടിനിർത്തലിൻ്റെ ക്രെഡിറ്റും സ്വന്തമാക്കിയത്. ഈ 10 യുദ്ധം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കാർക്കും അറിയില്ല, ട്രംപിന് മാത്രമേ അറിയുള്ളൂ ആ 10 യുദ്ധം ഏതൊക്കെയാണ് എന്നൊക്കെ. അതവിടെ നിൽക്കട്ടെ. ഇറാനിൽ സമാധാനമുണ്ടായാൽ 6 ആഴ്ച കൊണ്ട് യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞത് അതുപോലെ സംഭവിച്ചു എന്ന് ട്രംപിന് അവകാശപ്പെടാം, ക്രെഡിറ്റും എടുക്കാം. എന്തിനായിരുന്നു യുദ്ധം എന്ന് ചോദിച്ചാൽ ഏറെക്കാലം ഉപയോഗിക്കാതിരുന്ന ചില ആയുധങ്ങൾ പ്രവർത്തനക്ഷമമാണോ എന്ന് നോക്കാനായിരുന്നു എന്ന് ട്രംപ് ഒരുപക്ഷെ പറഞ്ഞേക്കാം. കാരണം വിചാരിച്ചത് നടത്തിയെന്ന് അവകാശപ്പെടാൻ മാത്രം നേട്ടങ്ങളൊന്നും ഇതുവരെ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ശരിക്കും ഈ യുദ്ധം നിർത്തേണ്ടത് അമേരിക്കയുടെ, പ്രത്യേകിച്ചും ട്രംപിന്റെ ആവശ്യമായിരുന്നു. നല്ലൊരു നാക്ക് വായിലുള്ളതുകൊണ്ട് ട്രംപിന് പലതും പറഞ്ഞു നിൽക്കാം. എന്തിനായിരുന്നു യുദ്ധം എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ആയുധങ്ങൾക്ക് ഒന്ന് മൂർച്ച വരുത്താൻ, അല്ലെങ്കിൽ ആയുധങ്ങളുടെ മൂർച്ച കുറഞ്ഞിട്ടില്ല എന്ന് ലോകത്തെ ഒന്ന് വിശ്വസിപ്പിക്കാൻ, പിന്നെ നമ്മുടെ വളരെ വിഖ്യാതമായ ആയുധങ്ങൾ, വിമാനങ്ങൾ, തോക്കുകൾ, വ്യോമവേധ സംവിധാനം എല്ലാം തന്നെ ഷോക്കേസ് ചെയ്യാൻ ഇതിനേക്കാൾ നല്ലൊരു കാര്യമുണ്ട്. പിന്നെ ആളുകളുടെ ഒരു ആത്മവീര്യമൊക്കെ ഉയർത്തി നിർത്താനും നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു ബാറ്റിൽ വർത്തിനെസ്, ബാറ്റിൽ ഹാർഡൻഡ് സൈന്യമായി അമേരിക്കൻ സേനകളെ വിന്യസിച്ച് നിർത്താനും ഒക്കെ പലപ്പോഴും യുദ്ധം ആവശ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ് എടുക്കുകയായിരിക്കും ട്രംപിൻ്റെ ഒരു രീതി. പക്ഷേ മൂഢന്മാരുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ഇറാൻ. ഇറാൻ്റെ ആധ്യാത്മിക നേതൃത്വം മുൻപുണ്ടായിരുന്ന ആയത്തുള്ള അലി ഖൊമേനി പറയുന്നൊരു കഥയുണ്ട്. അത് ഈ അടുത്ത സമയത്ത് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഒന്ന് പുറത്തുവിട്ടു. ആ കഥയൊന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചു. ട്രംപിൻ്റെ ഒരു മനോഭാവത്തെ കുറിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അതിൻ്റെ വ്യംഗ്യമായ പരിപ്രേക്ഷ്യം. അതിങ്ങനെയാണ്: ഒരൊട്ടകം, മരുഭൂമിയിലെ കപ്പലാണല്ലോ ഒട്ടകം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ഉൾവിളി തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സ്വപ്നം കാണുന്നു ഒട്ടകം. വലിയ ചൂടായപ്പോൾ ഈ ജലഭ്രമമുണ്ടായി ഒട്ടകത്തിന്. അങ്ങനെ കണ്ട ഒരു സ്വപ്നത്തിൽ വലിയ ഒരു ചാക്ക് പരുത്തിക്കുരു, കോട്ടൺ സീഡ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒട്ടകം വളരെ ആവേശപൂർവ്വം അത് സമീപിക്കുകയാണ്. സ്വപ്നത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് ഒട്ടകം മാറി മാറി പല രീതിയിൽ ആ സ്വപ്നം കാണുന്നുണ്ട്. പരുത്തിക്കുരുവാണ് അത്. കമ്മി എങ്ങനെ കഴിക്കുന്നുണ്ട് എന്ന് ഒരു നിമിഷം ചിന്തിക്കും. അടുത്ത നിമിഷം ചിന്തിക്കും, അല്ല, താൻ ഓരോരോ പരുത്തിക്കുരു പെറുക്കി കഴിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. സ്വപ്നത്തിൽ പൂർണ്ണമായി ആസ്വദിച്ച് ചവച്ചരച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അകത്തേക്കൊന്നും പോകുന്നില്ല, കാരണം ഇത് സ്വപ്നമാണല്ലോ. അങ്ങനെ ഒരു വിഭ്രമജനകമായ മനോനിലയുള്ള ആ ഒരു ഒട്ടകത്തിൻ്റെ ഒരു അനാലജിയാണ് ഇറാനിയൻ നേതൃത്വം ഇപ്പോൾ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ, പ്രസിദ്ധീകരണത്തിലൂടെയൊക്കെ ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന. ട്രംപ് അങ്ങനെയാണ്. ഇറാനെ മൊത്തത്തിലങ്ങ് വിഴുങ്ങാം, ഇറാനെ അല്പാൽപമായി ഭക്ഷിക്കാം, അല്ലെങ്കിൽ ഹോർമൂസെ തങ്ങളിടപെട്ടങ്ങ് തുറക്കാം, അല്ലെങ്കിൽ ഖാർഗെങ്കിലും പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാം. ഓരോ ദിവസവും ഓരോന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ട്രംപ് എന്ന നേതാവിന് ഇല്ല എന്ന് ലോകത്തോടായി വിളിച്ചു പറയുകയാണ് ഇറാൻ. അപ്പോൾ എങ്ങനെയാണ് ക്ലാരിറ്റി ഇല്ലാത്ത ഒരാളിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ, വാദഗതികൾ, ഓഫറുകൾ എങ്ങനെ സ്വീകരിക്കും? ഇറാൻ ഹാസ് ടേക്കൺ എ വെരി കൺസിസ്റ്റൻറ്റ് പൊസിഷൻ. ആദ്യം മുതൽ തന്നെ ഒരു കൺസിസ്റ്റൻറ്റ് പൊസിഷൻ. തങ്ങളെ ആക്രമിച്ചില്ല എങ്കിൽ തങ്ങൾ ആക്രമിക്കില്ല,
തങ്ങളെ ആക്രമിച്ചാൽ തങ്ങൾ പ്രതികരിക്കുന്നത് രണ്ട് രീതിയിലായിരിക്കും. ഒന്ന്, ഇത് മേഖലാ യുദ്ധമായി മാറ്റും. അതിനർത്ഥം GCC രാജ്യങ്ങൾ തങ്ങൾക്കെതിരല്ല എങ്കിലും അവിടുത്തെ അമേരിക്കൻ താവളങ്ങളെ തങ്ങൾ ആക്രമിക്കും. മറ്റ് ഇടങ്ങളും സ്വാഭാവികമായി ആക്രമണത്തിന് വിധേയമാവും. അതേപോലെ ഹോർമൂസ് കടലിടുക്ക് തങ്ങൾ അടയ്ക്കും. ഇത് രണ്ടും സംഭവിച്ചു. ഇത് രണ്ടും സംഭവിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വരച്ചിട്ട വരയിലൂടെ അല്ല യുദ്ധം പോയത്. പെട്ടെന്നൊരു മിന്നൽ ആക്രമണത്തിലൂടെ ഇറാൻ്റെ നേതൃത്വത്തെ വധിക്കുന്നു. ഇതാണ് പരുത്തിക്കുരുവിൻ്റെ രൂപത്തിൽ ട്രംപിൻ്റെ മനസ്സിൽ വിരിഞ്ഞ പൂക്കൾ, അല്ലെങ്കിൽ മനസ്സിൽ ലഡു പൊട്ടി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ട്രംപിൻ്റെ മനസ്സിൽ പല ലഡു ഒരുമിച്ച് പൊട്ടി. അതിലൊരു ലഡു, എത്ര മനോഹരം, വെനിസ്വേലയിൽ നിക്കോളാസ് മഡൂറോയെ നിമിഷാർദ്ധം കൊണ്ട് പൊക്കിയെടുത്ത് കൊണ്ടുവന്നില്ലേ? അതുപോലെ അയത്തുള്ള അലി ഖൊമേനിയെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വിചാരണ ചെയ്യാം. അത് വെറും ലഡു മാത്രമാണ്, അത് പൊട്ടി. പക്ഷേ എന്താ സംഭവിച്ചത്? അയത്തുള്ള അലി ഖൊമേനി ആദ്യ മണിക്കൂറിൽ തന്നെ യുദ്ധം തുടങ്ങി. ആദ്യ മണിക്കൂറിൽ തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു 48 പേരെയും. അത് എണ്ണം പറഞ്ഞ നേതാക്കന്മാരെയാണ് കൊന്നുകളയാൻ സാധിച്ചത്. പക്ഷേ അവിടെ തീരുന്നു അമേരിക്കയുടെ യുദ്ധ വിജയം. അതൊരു വിജയമായി കണ്ടുകൊണ്ട് അതേപോലെ തന്നെ ഏതാനും ദിവസങ്ങൾ തുടർന്നാൽ പൂർണ്ണമായി ഇറാൻ കൈവശം വരും. ഇറാനിലെ ജനം വൻതോതിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കും. അങ്ങനെ അവരിൽ ഒരുവനെ നമുക്ക് അങ്ങോട്ട് പ്രതിഷ്ഠിക്കാം. അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു ഷാ കുടുംബത്തിലെ ഒരു ഇളമുറക്കാരൻ, ഷാ പഹലവി രണ്ടാമൻ്റെ മകൻ റിസ പഹലവി ഇപ്പം അമേരിക്കയിൽ പ്രവാസത്തിലാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഷാ ഒഴിഞ്ഞുപോയ സിംഹാസനത്തിലിരിക്കാം, ഇരുത്താം. ജനം അവിടെ വന്ന് കുമ്പിട്ടുകൊള്ളും. തങ്ങൾ രാജഭരണത്തെ ഒരിക്കൽ കൂടി പുൽകും. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തെ, അവർ കെട്ടിപ്പടുത്ത വിപ്ലവത്തെയും അവർ നടത്തിയ വിപ്ലവ നീക്കങ്ങളെ എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് വീണ്ടും രാജഭരണത്തിലേക്ക് കൊണ്ടുവരാം. ആ രാജാവിനെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ പ്രസിഡന്റ് എന്ന് വിളിക്കാം, പുതിയ രീതിയിൽ പ്രസിഡന്റ് എന്ന് വിളിക്കാം. ഇപ്പം രാജാക്കന്മാർക്ക് തുല്യനായ ഒരു പ്രസിഡന്റിനെ, അമേരിക്ക അനുകൂല പ്രസിഡന്റിനെ വാഴിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഇഷ്ടാനുസരണം മുന്നോട്ട് പോകാം. അത് മറ്റൊരു പരുത്തിക്കുരു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരുത്തിക്കുരുകൾ. എന്നിട്ട് അമേരിക്ക പൂർണ്ണമായി വിജയം നേടുന്നു. അതിനുശേഷം ഇറാൻ മാടി വിളിക്കുന്നു. ട്രംപിനിടയ്ക്ക് മറ്റൊരു സ്വപ്നം കണ്ടു. ഒരു വലിയ കുരുവാണ് കേട്ടോ, വലിയ പരുത്തിക്കുരുവാണ്. അത് വിഴുങ്ങി എന്താണ് അത് പറയുകയും ചെയ്തു. ആ സ്വപ്നമാണെന്ന് പറഞ്ഞില്ല, യാഥാർത്ഥ്യമാണെന്നും പറഞ്ഞു. ഇറാൻ ജനത തന്നെ അവരുടെ ആധ്യാത്മിക നേതാവായി അയത്തുള്ളയുടെ സ്ഥാനത്ത് തന്നെ ഇരുത്താൻ തീരുമാനിച്ചു. തന്നോട് താഴ്മയായി അഭ്യർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അത്രക്കാരനല്ല, എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അവരെന്നെ പിടിച്ച് ഇറാൻ്റെ തലപ്പത്ത് ഇരുത്തുമായിരുന്നു. ഇത് പരുത്തിക്കുരുവല്ലല്ലോ, വലിയ ഗുണ്ടല്ലേ? ഇതൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ മനസ്സിൽ പൊട്ടിയ ലഡുക്കൾ. ഇത് വല്ലതുമാണോ സംഭവിക്കുന്നത്? പിന്നെ വിചാരിച്ചു, ഇറാനിൽ അമേരിക്കൻ കമ്പനികൾ വൻതോതിൽ പറന്നിറങ്ങും. ഇറാനിൽ വലിയ രീതിയിൽ എണ്ണ വിപ്ലവമുണ്ടാകും. ലോകത്ത് അതിശക്തമായ എണ്ണ വിപ്ലവ രാജ്യമായി ബഗരഖാർക്ക് ദ്വീപിൽ നിന്നൊക്കെ വലിയ രീതിയിൽ കപ്പലുകൾ പുറം ലോകത്തേക്ക് പോകും. അതൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരിക്കും. അങ്ങനെ ലോകത്തിൻ്റെ എണ്ണ വിപണിയുടെ മേൽ തങ്ങളുടെ വലിയ ഒരു ഗ്രിപ്പുണ്ടാകും. ആനന്ദലബ്ധിക്കിനി എന്തു വേണ്ടു? ഇതാണ് അമേരിക്കയുടെ മനസ്സിൽ പൊട്ടിയ ലഡുക്കൾ, പരുത്തിക്കുരുകൾ. ഇതാണ്. അപ്പോൾ ആ ഒരു മനോഭാവത്തെയാണ് ഇറാൻ ഇപ്പോൾ പരിഹസിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. ലഡു പൊട്ടിയത് ഓരോന്നോരോന്നായി അസ്ഥാനത്തായില്ലേ? അവസാനം മൂഷിക സ്ത്രീയായി എന്ന കഥയിൽ പറയുന്നത് പോലെ വീണ്ടും താഴെ ഇറങ്ങി വരേണ്ടി വന്നില്ലേ? നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് അമേരിക്കയ്ക്ക് വരേണ്ടി വന്നു എന്നാണ്. അപ്പോൾ ആരോടാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? ഇറാൻ്റെ ഭരണകൂടവുമായി. ഇറാൻ്റെ ഭരണകൂടം എന്താണ്? അയത്തുള്ള മുജ്തബ ഖൊമേനി നയിക്കുന്ന ഭരണകൂടം. അതിൻ്റെ പ്രധാന വിഷയം എന്താണ്? ആണവ വിഷയം. അത് തന്നെയല്ലേ നേരത്തെ? അപ്പോൾ ആളുകൾ ചോദിക്കില്ലേ ഈ ചോദ്യം? അതൊക്കെ തന്നെയല്ലേ നേരത്തെയും ചർച്ച ചെയ്തിരുന്നത്? അപ്പോൾ വീണ്ടും അതേ വിഷയം ചർച്ച ചെയ്യാനാണെങ്കിൽ അന്ന് അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചാൽ പോരായിരുന്നോ? അല്ല, ഇപ്പോൾ ഹോർമൂസും കൂടി. അപ്പോൾ ആളുകൾ ചോദിക്കും, ഹോർമൂസ് എങ്ങനെയാണ് വിഷയമായത്? അല്ല, അത് പിന്നീട് വന്ന വിഷയമാണ്. പിന്നീട് വിഷയം വരാൻ കാരണം എന്താണ്? അമേരിക്കൻ ആക്രമണം കാരണം ഹോർമൂസിൻ്റെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്തപ്പോഴാണ് അതൊരു വിഷയമായത്. അങ്ങനെ കൂടുതൽ അപ്പോൾ ഹിസ്ബുള്ളയുടെ വിഷയം പോലും പരിഹരിക്കേണ്ടി വന്നില്ലേ? അല്ലെങ്കിൽ ഇസ്രയേലിനെ കൊണ്ട് ഹിസ്ബുള്ളയോട് അല്ലെങ്കിൽ ലെബനനുമായി കരാർ ഒപ്പിടിപ്പിച്ച്, അത് ഇറാൻ്റെ താല്പര്യപൂർണ്ണമല്ലേ? അത് ഹിസ്ബുള്ള അവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? ഇസ്രയേൽ അല്ലല്ലോ, ഇറാനല്ലേ ആഗ്രഹിക്കുന്നത്.
ഇപ്പോൾ ഹമാസ് അവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ ഇറാനായിരിക്കും. പക്ഷേ ഹമാസിൻ്റെ കാര്യത്തിൽ തീരുമാനം തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. പീസ് പ്രോസസ്സ് അവിടെ നടക്കുന്നു. അത് ഇതുമായി നേരിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ആത്യന്തികമായി ഞാൻ പല ആവർത്തി പറഞ്ഞു, പലസ്തീൻ പ്രശ്ന പരിഹാരം, ശാശ്വതമായ പ്രശ്നം, മേഖലാ പ്രശ്ന പരിഹാരത്തിന് പലസ്തീൻ രാഷ്ട്രരൂപീകരണം ആവശ്യമാണ് എന്ന എൻ്റെ നിലപാട് പല ആവർത്തി ഞാൻ പറഞ്ഞതുകൊണ്ട് അതിവിടെ സൂചിപ്പിക്കുന്നില്ല. ചുരുക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിച്ച രീതിയിലല്ല കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് അടിച്ച വഴിയെ പോയില്ല എങ്കിൽ പോയ വഴിയെ അടിക്കാം എന്ന പ്രായോഗിക നിലപാടിൽ എത്തി നിൽക്കുന്നു അമേരിക്ക. എന്നാൽ പിന്നെ ചർച്ചയെങ്കിൽ ചർച്ചയിൽ എന്ത് തീരുമാനമെടുത്താലും തങ്ങളുടെ വിജയമായി അതങ്ങോട്ട് ആഘോഷിച്ചാൽ മതിയാകുമല്ലോ. ചർച്ച വിജയിച്ചു, തങ്ങൾ പറഞ്ഞതെല്ലാം ഇറാൻ അംഗീകരിച്ചു, പൂർണ്ണ വിജയം അമേരിക്കയ്ക്ക്. അമേരിക്കൻ ജനതയോട് ഇത് പറയാനും ട്രംപിൻ്റെ നാക്കുകൾ ബാക്കിയാവും.